ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു വ്യക്തി തൻ്റെ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യുന്നതിന് മറ്റൊരാളെ പവർ ഓഫ് അറ്റോർണിയായി ചുമതലപ്പെടുത്തി. ഈ പവർ ഓഫ് അറ്റോർണി കൊടുത്ത് അധികകാലം കഴിയുന്നതിന് മുമ്പേ തന്നെ വസ്തുവിൻ്റെ ഉടമസ്ഥനായ വ്യക്തി മരണപ്പെടുകയും ചെയ്തു. ചോദ്യം ഇപ്രകാരമാണ്: ഇപ്പോൾ ആ പവർ ഓഫ് അറ്റോർണി ആയിരുന്ന വ്യക്തിക്ക് ആദ്യ വ്യക്തിയുടെ വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരമുണ്ടോ? ക്രയവിക്രയം ചെയ്യാനുള്ള അധികാരമുണ്ടോ? ആശയം ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തി തൻ്റെ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു പവർ ഓഫ് അറ്റോർണിയെ നിശ്ചയിച്ചു. പക്ഷേ അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ വസ്തുവിൻ്റെ ഉടമസ്ഥനായ വ്യക്തി മരണപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ പവർ ഓഫ് അറ്റോർണി നൽകിയിരിക്കുന്ന വ്യക്തിക്ക്, അതായത് ഈ രണ്ടാമത്തെ വ്യക്തിക്ക്, മരണപ്പെട്ട വ്യക്തിയുടെ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് അധികാരമുണ്ടോ, അവകാശമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇല്ല. ഇതാണ് ഇതിൻ്റെ ഉത്തരം. കാരണം പവർ ഓഫ് അറ്റോർണി നൽകിയ വ്യക്തി, ആ വ്യക്തിയെ നമ്മൾ പ്രിൻസിപ്പൽ എന്ന് പറയും. ഈ പ്രിൻസിപ്പൽ മരണപ്പെട്ടാൽ ആ മരണം സംഭവിക്കുന്നതോട് കൂടിയിട്ട് ആ പവർ ഓഫ് അറ്റോർണി അസാധുവായി മാറുന്നതാണ്. അതായത് ഞാൻ എൻ്റെ വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ഏൽപ്പിച്ചു എന്ന് കരുതുക. ഞാനത് ഏൽപ്പിച്ചത് കൊണ്ട് ആ വ്യക്തിക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇതുവരെ ഞാൻ ഏൽപ്പിച്ച കാര്യം ആ വ്യക്തി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മരണപ്പെടുകയാണ് എങ്കിൽ ഞാൻ ഏൽപ്പിച്ച ആ വ്യക്തിക്ക് എൻ്റെ വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരമുണ്ടായിരിക്കുന്നതല്ല. ഏൽപ്പിച്ച ഞാൻ പ്രിൻസിപ്പൽ എന്ന പേരിലാണ് അറിയപ്പെടുക. മറ്റേ ആൾ പവർ ഓഫ് അറ്റോർണിയും. പ്രിൻസിപ്പൽ മരണപ്പെട്ടാൽ പവർ ഓഫ് അറ്റോർണിക്ക് അയാളുടെ അധികാരം അസാധുവായി തീരുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആർക്കാണ് പിന്നീട് അധികാരം? ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ വസ്തുവകകൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരമെന്ന് പറയുന്നത് അയാളുടെ അനന്തരാവകാശികൾക്കാണ്, അല്ലെങ്കിൽ അയാളുടെ പിന്തുടർച്ചാവകാശികൾക്കാണ്. അതല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും വസിയത്ത് എഴുതി വച്ചിട്ടുണ്ട് എങ്കിൽ, വിൽപത്രം എഴുതി വച്ചിട്ടുണ്ട് എങ്കിൽ അതുപ്രകാരം അയാളുടെ വസ്തുക്കൾ വിഭജിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അയാൾ എഴുതി വെച്ച പ്രകാരം അയാളുടെ വസ്തുക്കൾ അതിനനുസരിച്ച് നൽകേണ്ടതാണ്. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ നിയമം എന്ന് പറയുന്നത്. ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേക തരത്തിലുള്ള അനന്തരാവകാശ നിയമങ്ങൾ അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശ നിയമങ്ങളാണ്. ചിലർ വിൽപത്രം എഴുതി വെച്ചുകൊണ്ട് മരണപ്പെടുന്നു. അങ്ങനെ വിൽപത്രം എഴുതി വെച്ചുകൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ ആ വിൽപത്രത്തിൽ പറഞ്ഞ പ്രകാരം അതിൻ്റെ അവകാശികളെ തീരുമാനിക്കുന്നു. എല്ലാ വിഭാഗങ്ങൾക്കും ഇതുപോലെ വിൽപത്രത്തിൽ പറഞ്ഞത് പ്രകാരം വിഭജിക്കാനുള്ള അവകാശമില്ല. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ വിൽപത്രം എന്നൊരു സംവിധാനമില്ല. മറിച്ച് അവർക്ക് പിന്തുടർച്ചാവകാശ നിയമമാണ് അല്ലെങ്കിൽ അനന്തരാവകാശ നിയമമാണ് ബാധകമാകുക, മുസ്ലിം ശരീഅത്ത് നിയമപ്രകാരം. എന്തായാലും ശരി, ഒരാൾ പവർ ഓഫ് അറ്റോർണി നൽകിയാൽ ആ പവർ ഓഫ് അറ്റോർണിക്ക് ആ എഴുതിക്കൊടുത്ത വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ പവർ ഓഫ് അറ്റോർണി എന്ന നിലക്കുള്ള അധികാരങ്ങൾ ഉണ്ടാകുന്നതല്ല. മറിച്ച് ആ വ്യക്തി ഒരു അനന്തരാവകാശിയോ പിന്തുടർച്ചാവകാശിയോ അല്ലെങ്കിൽ വിൽപത്രത്തിൽ ഉൾപ്പെട്ട ആളോ ആണെങ്കിൽ മാത്രം മറ്റുള്ള വിൽപത്രത്തിൽ എഴുതി വെച്ചാൽ അല്ലെങ്കിൽ അനന്തരാവകാശികളായ പിന്തുടർച്ചാവകാശികളായ ആളുകളെ പോലെ തന്നെയുള്ള അവകാശം ആ വ്യക്തിക്കും ഉണ്ടായിരിക്കും എന്ന് മാത്രം.